80 രൂപയുള്ളൂ. അയ്യോ, ഇത്രയും ബിരിയാണി 80 രൂപ അല്ലേ? ഇനിയുണ്ട്. ഇത് കണ്ടോ, ഇതാണ് 80 രൂപയുടെ ചിക്കൻ ബിരിയാണി. എനിക്ക് നിങ്ങൾ കഴിയുമ്പോഴത്തേക്ക് മുസ്ലിമാണ് അൽഹംദുലില്ലാ എന്ന് പറയും. അത് നല്ലൊരു പോയിന്റ് അന്യ മതത്തിൽപ്പെട്ടവരാണെങ്കിൽ ദൈവമേ എന്ന് പറയും. ലാഭം വേണ്ട, അതിന്റെ പണികാശ് മാത്രം മതി. സാധനം വാങ്ങിക്കലും വണ്ടി ഓടിക്കലും വെക്കലും വേയിക്കലും എല്ലാം ഞാൻ തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് കായംകുളത്താണ്. നിങ്ങളിത് ഈ ഒരു മനുഷ്യനെ കണ്ടാൽ വെറുതെ വിടരുത് കേട്ടാ. കാരണം അങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താ അറിയോ? 80 രൂപയ്ക്ക് വയറ് നിറച്ച് ബിരിയാണി കൊടുക്കുന്ന, നല്ല അടിപൊളി പീസൊക്കെ വെച്ച് ബിരിയാണി കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു ചെറിയ കച്ചവടമാണ്. ചെറിയ ഒരു ചെമ്പിനകത്ത് 2 ചെമ്പിൽ, ചെറിയ ചെമ്പിൽ കൊണ്ടിരുന്ന കച്ചവടമാണ്. കുറേയേറെ വർഷക്കാലമായിട്ട് കായംകുളത്ത് ബിരിയാണി പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ പറയാം. ഇത് കായംകുളം ബോയ്സിന്റെയും ഗേൾസിന്റെയും ഇടയ്ക്ക് എല്ലാ ദിവസവും ഒരു 11:30 ആകുമ്പോൾ ഇക്കായി കാണാം. കുത്തിക്കോരി, ഞാൻ പറയുന്ന പോലെ കുത്തിക്കോരി ബിരിയാണി വിളമ്പി കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് കേട്ടാ. കാണാൻ കാഴ്ചകൾ പരിചയപ്പെടാം. ഞാനിവിടെ വന്നിട്ട് 47 കൊല്ലമായി. കാരണം വെച്ചാൽ എന്റെ അപ്പച്ചനെ കടിച്ചേക്കണ ചൂനാട് മങ്ങാരത്ത. ഞാൻ അന്ന് അപ്പച്ചയുടെ കൈ പിടിച്ച് 7 വയസ്സിൽ ഞാൻ ഇവിടെ വന്നതാ, കായംകുളത്ത് വന്നതാ. അപ്പൊ കായംകുളംകാരാണ് നമ്മുടെ കച്ചവടം ഉഷാറാക്കുന്നത്. അത്രയുള്ളൂ. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ. ഇക്ക വന്ന് നിന്നപ്പോ തന്നെ എനിക്ക് തോന്നുന്നു പകുതിയോളം ബിരിയാണി ചെലവായിട്ടുണ്ട്. ഈ സാധനങ്ങൾക്കൊക്കെ വില കൂടുന്ന സാഹചര്യമാണ്. ഇക്കക്ക് 80 രൂപയ്ക്ക് ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്? ഇത് സാധനം വാങ്ങിക്കലും വണ്ടി ഓടിക്കലും വെക്കലും വേയിക്കലും എല്ലാം ഞാൻ തന്നെയാണ്. എനിക്ക് ആർക്കും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങൾ കഴിയുമ്പോഴത്തേക്കും അൽഹംദുലില്ലാ, മുസ്ലിമാണ് അൽഹംദുലില്ലാ എന്ന് പറയും. അതല്ലെങ്കിൽ അന്യ മതത്തിൽപ്പെട്ടവരാണെങ്കിൽ ദൈവമേ എന്ന് പറയും. ആ ഒരു പുണ്യമാണ് എനിക്ക് കിട്ടണത്. എനിക്കത് മതി. 80 രൂപയ്ക്ക് വയറ് നിറച്ച് കൊടുക്കും. ഇവിടെ ഇരിക്കണ അൺലിമിറ്റഡ് ഫുഡ് നമ്മൾ കൊടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എന്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ കൊടുത്ത് ഒരു മനുഷ്യന്റെ തൃപ്തിയാണ് ഏറ്റവും വലിയ. എത്ര നാളായി തുടങ്ങിയിട്ട്? ഞാനിപ്പോ തുടങ്ങിയിട്ട് 17 കൊല്ലമായി. 17 കൊല്ലമായിട്ട് ഈ ഭാഗത്ത് തന്നെയാണോ? അല്ലല്ല, അരൂർ അമ്പലത്തിന്റെ അവിടെ 14 വർഷത്തോളം ചെയ്തു. ഇപ്പൊ അരൂരും കായംകുളമായിട്ടുള്ള കണക്ഷൻ എന്റെ വൈഫ് ഹൗസ് കൊറ്റോളങ്ങരല്ല. ഓ ശരി ശരി. ഞാൻ താമസിക്കുന്ന മുട്ടയത്ത് അമ്പലത്തിന്റെ അവിടെയാണ്. അപ്പൊ അവിടുന്ന് രാവിലെ വൈഫ് സഹായിക്കോ? സഹായിക്കും. ഞങ്ങൾ രണ്ടും കൂടി പിള്ളേരൊക്കെ വടക്കാണ്, വടുതലിലാണ്. ഒരു ചോറെ തൊടാൻ പാടില്ല. അതാണ് നമ്മുടെ കണക്ക്. അതാണ് ബിരിയാണി. ഒരു ചോറിൽ തൊടാൻ പാടില്ല. അതാണ് നമ്മുടെ കണക്ക്. ആ പാത്രത്തിൽ കുത്തുന്നു, ഇനിയും ഒരു വട്ടം കൂടെ ഒന്ന് കുത്തും. ഒരു പ്രാവശ്യം കുത്തി ഒന്നും കൂടെ കൊടുക്കുമല്ലേ? ഒരു ടേൺ കൂടെ കൊടുക്കുമല്ലേ? അങ്ങോട്ട് പോകുന്നതിന്റെ കാര്യം അവിടെയാണ് പേപ്പർ വെച്ചിരിക്കുന്നത്. ഇനിയുണ്ട്. ഇത് കണ്ടോ, ഇതാണ് 80 രൂപയുടെ ചിക്കൻ ബിരിയാണി. ഓ, 2 പ്ലേറ്റ് ചോറാണ് കൊടുക്കുന്നത് 80 രൂപയ്ക്ക്. ആയിവാ, ആദ്യമായിട്ട് വാങ്ങിക്കണോ? എന്തോ പേര്? കാർത്തിക് എവിടെ പഠിക്കുന്നേ? ഇതൊരു വലിയ പീസും ചെറിയ പീസാണ് 2 പീസ്. 2 പീസ്. വലിയ പീസ് കാലിന്റെ പീസ് അതാണ്. അതെ, കാലിന്റെ പീസാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഇക്കയുടെ ചിന്തയും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ. 80 രൂപയ്ക്ക് വയറ് നിറയ്ക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു. ഇത് ഞങ്ങളുടെ പാഴ്സലാണോ? ഞങ്ങൾ നോക്കിയേ, വൈൻഡപ്പ് ചെയ്യട്ടെ ഞാൻ. അപ്പൊ ഇതാണ് ഇക്കയുടെ ഒരു ലോഡ് ബിരിയാണിയാണ് കേട്ടോ. 80 രൂപയുടെ ബിരിയാണി എന്ന് പറഞ്ഞാൽ വലിയൊരു പൊതിയാണ്. പൊതി ഒന്ന് എടുത്തു വെച്ച് കാണിച്ചു തരാം. ഈ ഒരു പൊതി 80 രൂപയ്ക്ക് കൊടുക്കുന്നല്ലേ? 80 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ സ്ഥലം മറന്നുകൊണ്ടാ. ഇത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം ടൗണിലാണ്. ബോയ്സിന്റെയും ഗേൾസിന്റെയും ഇടയ്ക്ക് ഒരു വണ്ടിയുമായിട്ട് 11:30 ആകുമ്പോൾ ഇക്ക വരും. അപ്പൊ കച്ചവടമൊക്കെ എല്ലാവരും ഒന്ന് ഉഷാറാക്കി കൊടുക്കും.